ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ദുബായിലെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗാർഡനിലേക്കാണ് നമ്മൾ പോകുന്നത്. ദുബായിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മിറാക്കിൾ ഗാർഡനിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അതിന് മുമ്പ് മിക്കൂസ് ചെറുതായിട്ടൊന്ന് വീണതുകൊണ്ട് അവിടെ ഫുള്ള് നടക്കുന്ന സമയത്ത് ആൾ മൂഡ് ഓഫ് ആയിരുന്നു. ഇത് എൻട്രൻസിൽ തന്നെ വലിയ 2 കുതിരകളുടെ തലയായിരുന്നു. മക്കൾ ഒരു രക്ഷയില്ല. മസ്റ്റ് വിസിറ്റാണ്. നിങ്ങൾ ദുബായിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ദുബായിൽ വിസിറ്റിങ് വരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് എന്ന് വെച്ചാൽ മസ്റ്റ് വിസിറ്റ്. അത്ര കാണാനുണ്ട്. ഞാൻ എന്താ പറയുക, ഫ്ലവേഴ്സിൻ്റെ വേറൊരു ലോകം തന്നെയാണ്. കുറേ നടന്ന്, പക്ഷേ പിള്ളേരുള്ളവരോട് നമുക്ക് അധികം ഫോട്ടോസൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഫോട്ടോ എടുക്കാനും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ കിഡിലൻ സ്പോട്ട് ഉണ്ട് ഇവിടെ. നിങ്ങൾ ഫാമിലി ആയിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് വരാൻ പറ്റിയ കിഡിലൻ സ്പോട്ടാണ് കേട്ടോ. അതായത് പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അത്ര നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതെങ്ങനെ ഇവർ ഇത്രയും മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത്ര ഭംഗിയുണ്ട്. മിക്കോസും ഗബ്രൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. മീൻസ് ഒരുപാട് ഈ മിക്കി മൗസ് അങ്ങനത്തെ കുറേ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പിള്ളേർക്കും കുറച്ചും കൂടി അട്രാക്ഷൻ വരും. ഇവനൊക്കെ ചെറുതല്ലേ, അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. നല്ല രസം. നമ്മൾ ഈ ഭൂതത്തിന് അടുക്ക് ചെപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഭൂതം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയൊരു എമിറേറ്റ്സിൻ്റെ എയ്റോപ്ലെയിൻ ഉണ്ടായിരുന്നു, ഫ്ലവേഴ്സിന് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് എനിക്ക് ഒരുപാട് പെട്ടെന്ന്, ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് കാണിക്കുന്നത്. കാരണം വലിയൊരു ലോങ് വീഡിയോ ആവും. അതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഷോർട്ടായിട്ട് ഇടുന്നത്. ഒരുപാടുണ്ട് കാണാനായിട്ട്. ഇതൊന്നുമല്ല മക്കളെ, നിങ്ങൾ വന്ന് കാണണം. ഇവിടുത്തെ ഓരോ സ്റ്റോള് വരെ, അതായത് ഷോപ്പുകൾ വരെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഫുഡ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ്സ് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ എന്താ പറയുക, ഡ്രിങ്ക്സ് ആയാലും എല്ലാം അവൈലബിൾ ആണ്. ഫുള്ള് ഫ്ലവേഴ്സിനുള്ളിൽ ഇരുന്നിട്ട് നമുക്ക് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ, എനിക്ക് ശരിക്കും പറയാനുള്ളത്, കപ്പിൾസായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൊമാൻറ്റിക് നല്ലൊരു പ്ലേസാണ് കേട്ടോ. ഹണിമൂണൊക്കെ വരാൻ പറ്റിയ, ദുബായിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് വന്നിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് മിറാക്കിൾ ഗാർഡൻ എന്ന് പറയുന്നത്. ഇത് അവിടെ നിന്ന് വാങ്ങിയൊരു ജ്യൂസാണ് കേട്ടോ. മിക്കൂസിന് ഭയങ്കര ഇഷ്ടം. കാരണം ഫുള്ള് കളർഫുള്ളായിരുന്നു. അത് പല കളറിലുള്ള ഇങ്ങനെ ഐസ് പോലത്തെ സംഭവം. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴേക്കും മിക്കൂസിൻ്റെ ചുണ്ടൊക്കെ എന്താ പറയുക, ഒരു ഗ്രീൻ കളറായി. അതിലെന്തോ കളറിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് പോകാനായിട്ട് ഇത്തിരി കഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീക്കെൻഡിലായതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇത് സ്മർഫ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് കുറേ കൂടുകളുടെ ഒരു സംഭവം. ഇങ്ങനെ ഒരുപാട് സെക്ഷൻസ് ആയിട്ടുണ്ട്. ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് കാണാനുണ്ട്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല നഷ്ടക്കച്ചവടമായിരുന്നു. കാരണം അത്രയും കാണാനുണ്ട്. അപ്പോൾ നിങ്ങളും ദുബായിലേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കരുത് ഈ ഒരു സ്പോട്ട്. കാരണം അത്ര ഭംഗിയുണ്ട്. അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അത്രയുള്ളൂ. ബൈ.